രണ്ട് പൗരത്വ കേസുകൾ. ഒന്ന് സോണിയാഗാന്ധി, ഒന്ന് രാഹുൽ ഗാന്ധി. 2 കാലഘട്ടത്തിലാണെങ്കിലും രണ്ടും വളരെ ഗുരുതര സ്വഭാവമുള്ളതാണ്. രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കുക, വിദേശ പൗരത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോഴും അതിൽ തുടരുക. ഗുരുതര കുറ്റകൃത്യമല്ലേ? ജയിലിൽ പോവില്ലേ? ഗുരുതരമായ കുറ്റകൃത്യമാണത്. അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജയിലിൽ പോകേണ്ടതാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ ബംഗ്ലാദേശ് പൗരന്മാരെയൊക്കെ പിടിച്ച് അകത്താക്കുന്ന പോലെ ആക്കേണ്ടതാണ്. പക്ഷേ ഈ കേസ് എന്തുകൊണ്ടോ പലരും ഇത് ടേക്കപ്പ് ചെയ്തില്ല, അങ്ങനെ നീണ്ടു പോയി എന്നുള്ളൂ. ഇപ്പോൾ സോണിയാഗാന്ധിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ 1968 മെയ് 25 അവർ വിവാഹം കഴിഞ്ഞ രാജീവ് ഗാന്ധിയായിട്ട്. പക്ഷെ അവർ ബോദർ ചെയ്തില്ല സിറ്റിസൺഷിപ്പിനെ പറ്റി. പിന്നെ അവരെടുക്കുന്നത് ഓഗസ്റ്റ് 30, 1983. അപ്പോൾ എത്ര കൊല്ലമായി? 15 കൊല്ലം അല്ലേ? അതിനിടയ്ക്ക് വോട്ട് ചെയ്തു. അതിനിടയ്ക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടായി, റേഷൻ കാർഡും ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് എടുത്തതിനെ പറ്റിയിട്ട് തന്നെ അന്നൊരു കഥ ഉണ്ടായിരുന്നു. അത് സൂര്യ ഇന്ത്യ പണ്ടൊരു മാഗസിൻ ഉണ്ടായിരുന്നു. അത് ഇവരുടെ ആയിരുന്നു, മേനകാ ഗാന്ധിയുടെ ആയിരുന്നു അത്, കൃഷ്ണൻ സിംഗ് എഡിറ്ററായിട്ട്. അവരന്ന് എഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജീവ് ഗാന്ധി MP ആയിരുന്നു. 80 ഇയാൾ സഞ്ജയ് ഗാന്ധി മരിച്ച പോലെ MP ആയല്ലോ. 80 നടന്ന ബൈ ഇലക്ഷനിൽ MP ആയി. പക്ഷെ MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പവറും അദ്ദേഹത്തിൻ്റെ പല സ്ഥലത്തും പോകാനുള്ള എൻറ്റൈറ്റിൽമെൻറ്റിനും എല്ലാം ലിമിറ്റേഷൻ ഉണ്ട്. ഉദാഹരണമായിട്ട് ഈ ഡിഫൻസിൻ്റെ വളരെ സ്ട്രാറ്റജിക്കായുള്ള സ്ഥലങ്ങളിൽ വെറുതെ ഒരു MP പോകാൻ പറ്റില്ല. പക്ഷെ ലഡാക്കിലെ വളരെ സ്ട്രാറ്റജിക്കായ സ്ഥലത്ത് ഇദ്ദേഹം സോണിയാഗാന്ധിയും ആയിട്ട് പോയിട്ടുണ്ടെന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ട്. അത് പലരും ടേക്കപ്പ് ചെയ്തു. ആ ടേക്കപ്പ് ചെയ്ത സമയത്താണ് ഓടിപ്പടഞ്ഞ് തല്ലിക്കുട്ടി സിറ്റിസൺഷിപ്പ് എടുത്തതെന്നാണ് പറഞ്ഞത് 83. അത് 83 എപ്പോഴാണ് ഇപ്പോൾ സ്ഥലത്ത് പോയതെന്ന് പറയുന്നത്. പക്ഷേ ഈ വാസ് ഓൺലി MP ആൻഡ് പാർട്ടിയെ സംബന്ധിച്ച് ജനറൽ സെക്രട്ടറിയാണ്. അത് സർക്കാരിൻ്റെ കണക്കിലില്ലല്ലോ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ. ഡിഫൻസിനെ സംബന്ധിച്ച് ഒരു പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ ഇപ്പോൾ ഒരു ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതൊരു പൊസിഷനല്ല. ഇപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർക്കോ പ്രൈം മിനിസ്റ്റർക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഡിഗ്നിറ്ററീസിന് പോകാൻ പറ്റും, അല്ലാതെ പറ്റില്ല. അപ്പോൾ അതിന് ശേഷമാണ് അവരിത് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യം കോടതിയിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ കാര്യം വളരെ പരിതാപകരമായിരിക്കും. കാരണം ചെറിയ തെറ്റല്ല ചെയ്തിട്ടുള്ളത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുന്ന വോട്ട് ചെയ്യുന്നു, അതൊന്നും ഇനിയിപ്പോൾ നിഷേധിക്കാൻ പറ്റില്ല. കാരണം അതൊക്കെ രേഖയുള്ളതാണ് വോട്ട് ചെയ്തു എന്നുള്ളത്. റേഷൻ കാർഡിനെ പറ്റിയിട്ടും അങ്ങനെ പറയുന്നു. റേഷൻ കാർഡ് എന്നൊക്കെ പറഞ്ഞൊരു ഐഡൻറ്റിറ്റി ആണല്ലോ ഒരാളെ സംബന്ധിച്ച്. അപ്പോൾ അവർ ക്യൂ നിന്ന് റേഷൻ മേടിക്കണോ ഇല്ല എന്നുള്ള അല്ലാത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ആ നിലയ്ക്ക് ഇന്ത്യയുടെ വിഭവങ്ങളിൽ പങ്കാളിയാകുന്ന ഒരു പൗരനാണ്, സിറ്റിസനാണ്. പിന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ കമ്പനി തുടങ്ങുന്ന സമയത്ത് ബ്രിട്ടീഷ് സിറ്റിസൺ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതിൻ്റെ രേഖകളാണ് ഈ പറയുന്ന വിഘ്നേശ്വർ ശിഷ്യറിൻ്റെ കയ്യിലുള്ളത്. അത് ഇതിനു മുമ്പ് സുബ്രഹ്മണ്യ സ്വാമി ഈ രേഖകളൊക്കെ ടേക്കപ്പ് ചെയ്തിട്ടുള്ളതാണ്. അത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു കേസ് ഏതോ കോടതിയിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴും. അതിപ്പോഴും കിടക്കുന്നുണ്ട്. അതിൻ്റെ പ്രോഗ്രസ് എനിക്ക് അറിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അദ്ദേഹം ചെയ്തത് ഗുരുതരമായ തെറ്റാണ്. പിന്നെ ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റു സ്ഥലത്തിലെ രാജ്യത്തിലെ സിറ്റിസൺ ആവാം. പക്ഷേ ഭാരതത്തിൻ്റെ നിയമപ്രകാരം ഭാരതത്തിലെ സിറ്റിസൺ വേറെ സ്ഥലത്ത് സിറ്റിസൺ ആവാൻ സാധ്യമല്ല. അപ്പോൾ നമ്മൾ നേരത്തെ ചർച്ചയിൽ ചെയ്യപ്പെട്ടതുപോലെ ഒരു കുട്ടി, ഇറ്റാലിയൻ്റെ കുട്ടി, ഒരു ഇറ്റലി സിറ്റിസൻ്റെ കുട്ടി വേറെ എവിടെയെങ്കിലും ജനിച്ചാൽ അത് നാച്ചുറൽ സിറ്റിസൺഷിപ്പാണ് അവർക്ക്. അതിന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റേഷൻ നടത്തേണ്ട കാര്യമില്ല, സിറ്റിസൺഷിപ്പാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ കഴിഞ്ഞ 2 കുട്ടികളും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇറ്റാലിയൻ സിറ്റിസൺസ് ആവണ്ടേ? ആ റൂളാണ് പ്രിവലൻ്റെങ്കിൽ ആവണമല്ലോ. അപ്പോൾ അത് ഇവർ രണ്ടുപേരെ മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ സിറ്റിസൺഷിപ്പിനെയും അത് ബാധിക്കും. അപ്പം മൊത്തം അതൊരു ഫിഷി മെസ്സി അഫെയറായിട്ടാണ് കിടക്കുന്നത്. ഇനി കോടതി അത് ഒരു തീരുമാനത്തിൽ എത്തിക്കണം. അപ്പോൾ ഗുരുതരമായ നിസ്സാര കാര്യമല്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ, ഈ പറയുന്ന MP ആവാനും ഈ പറയുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ ഒരു പാർട്ടിയുടെ ഉന്നത പദവിയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കൊക്കെ സ്വാഭാവികമായിട്ടൊരു സ്ക്രൂട്ടനിക്ക് വിധേയമാവില്ലേ? അതായത് ഇൻ്റലിജൻസ് പോലുള്ള വിഭാഗങ്ങളുടെയൊക്കെ ഇവർക്ക് പൗരത്വമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന്. ആ കാര്യങ്ങൾ വിധേയമാവേണ്ടതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ പലപ്പോഴും ചെയ്യുന്നില്ല എന്നതാണ് കാരണം. ഇപ്പോൾ മുൻപ് 80s
ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർത്ത് വന്നിട്ടുള്ള, കുടിയേറി പാർത്ത് പോകാൻ പറ്റില്ല, അങ്ങ് കയറി വന്നു ബംഗ്ലാദേശികൾ. അവർ പലരും അസമിലെ MLA മാരായി എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. അവർ MLA മാരായിട്ട് അവർ അസംബ്ലിയിൽ വന്നിരിക്കണം. അന്ന് ഈ തരുൺ ഗൊഗോയ് അച്ഛൻ എന്തായിരുന്നു, മറ്റേ ഗൊഗോയ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത്, തരുൺ ഗൊഗോയ് ചീഫ് ജസ്റ്റിസ്, അങ്ങനെ മകനാണ് ചീഫ് ജസ്റ്റിസൊക്കെ ആവുകയാണ്. അപ്പോൾ ആ കാലത്ത് അവർ ജയിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇനിയും അത്തരം കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആവേണ്ടിയിരിക്കുന്നു, പല കാര്യങ്ങളും. ഇപ്പോൾ പുറത്ത് ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മുടെ സിറ്റിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാനുള്ള ഇപ്പോൾ കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ UAE ആയിട്ടുള്ള ട്രീറ്റിയൊക്കെ കുറേ ട്രീറ്റി സൈൻ ചെയ്തപ്പോൾ മുമ്പ് എല്ലാവരുടെയും ഒരു അഭയകേന്ദ്രമായിരുന്നു ദുബായ് എന്ന് പറയുന്ന സ്ഥലം, ഒരു ഹെയ്വാണ്. ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം ദുബായിലാണ് താമസിച്ചത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു പരസ്യമായ കാര്യമല്ല, രഹസ്യം പോലും അല്ല, പരസ്യമായ. പിന്നെ UAE ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുള്ള എക്സ്ട്രഡിഷൻ ട്രീറ്റിയും അതുപോലത്തെ കാര്യങ്ങളും, പിന്നെ അതിനിടയ്ക്ക് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനെ സംബന്ധിച്ചും ട്രീറ്റി ഉണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്ന ഫണ്ട്സ് അതെങ്ങനെ വരുന്നു, അതാണല്ലോ ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹത്തിന് മരണമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ MPയെ സംബന്ധിച്ച്. കാരണം അവിടുത്തെ CJ റോയ്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് മുൻപൊന്നും അവിടെ ഇപ്പോൾ ഈ സോഴ്സൊന്നും അന്വേഷിക്കലില്ല. ആർക്കും അവിടെ എന്ത് ബിസിനസ്സും ചെയ്യാം. നമ്മുടെ ഇവിടുത്തെയുള്ള പല ആൾക്കാരും അവിടെ നിന്ന് ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള പൈസ അവിടെ എത്തിക്കും. അതൊരു ഓഫ്ഷോർ ബാങ്കിങ് പോലെ തന്നെയാണ്, പഴയ സ്വിസ് ബാങ്ക് പോലെ തന്നെയാണ്. ടാക്സേഷൻ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഫൈനാൻസ് മിനിസ്ട്രിക്ക് അതിൻ്റെ മേലെ ഒരു കൺട്രോൾ ഉണ്ടായില്ല, അതിനെപ്പറ്റി ബോധേഡല്ലായിരുന്നു അവർ. നമ്മുടെ നാട്ടിലെ ബിസിനസ്സൊക്കെ വരട്ടെ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അപ്പോൾ അതിന് വ്യത്യാസം വന്നപ്പോഴാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്വസ്റ്റ്യൻ വരുന്നു, ഇന്ത്യ ഗവൺമെൻറ്റിനെ അവർ അറിയിക്കുന്നു, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അതിന് ശേഷം വന്നതാണ്. അപ്പോൾ അങ്ങനെ അത് പടിപടിയായിട്ട് വരുന്നുണ്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം. പക്ഷേ ഈ കാര്യം കുറേ കൂടെ സ്പീഡിലും സ്ട്രിക്റ്റായിട്ടും വരേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഈ സോണിയാഗാന്ധിയുടെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ കേസാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രകടമായിട്ടുള്ള ഒരു കേസായിട്ട് എവിഡൻസ് ഒന്നും വന്നിട്ടില്ല. സോണിയാഗാന്ധിയുടെ പബ്ലിക് ഡൊമൈനിൽ എവിഡൻസ് ഉണ്ട്, അതായത് സിറ്റിസൺഷിപ്പ് കിട്ടുന്ന വർഷം ഇന്നത്, വോട്ട് ചെയ്യുന്നതിൻ്റെ വർഷം. രാഹുൽ ഗാന്ധി രഹസ്യമായിട്ടാണ് പോയി ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഈ സാർ പറഞ്ഞ ഒരു ഇറ്റാലിയൻ സിറ്റിസണിന് ഒരു സിറ്റിസൺഷിപ്പ് ജന്മ കിട്ടുന്നുണ്ടെങ്കിൽ, രാഹുൽ ഗാന്ധി എടുത്ത UK സിറ്റിസൺഷിപ്പ് കൂടെ ഉണ്ടെങ്കിൽ 3 സിറ്റിസൺഷിപ്പായി. അത് വലിയ ഗുരുതരമായ തെറ്റാണത്. അപ്പോൾ ഈ കുടുംബത്തിന് എന്ത് ആത്മാർത്ഥതയാണ് ഈ രാജ്യത്തോട് ഉണ്ടാവുക? ഈ കുടുംബത്തിന് ഒരാത്മാർത്ഥതയില്ല. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഒരു ബന്ധമില്ലാത്ത, ഇപ്പോൾ മിനിയാന്ന് വിമൻസ് ബില്ലിനെ പറ്റിയുള്ള ചർച്ച, അതിൽ ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാമോ അല്ലെങ്കിൽ പുൽവാമ ഒന്നും വരേണ്ട കാര്യമില്ലല്ലോ. പ്രധാനമന്ത്രിനെ മജീഷ് എന്ന് വിളിക്കുക, ഓപ്പറേഷൻ സിന്ദൂർ മാജിക്കാണെന്ന് പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ഈ രാജ്യത്തിനോട് യാതൊരു ലോയൽറ്റിയും അലീജിയൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ. പിന്നെ അവർക്ക് വേറൊരു സംഭവം കൂടിയുണ്ട്, എനിക്ക് ഭരിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഈ രാജ്യം നിൽക്കാൻ വേണ്ട, നശിക്കണം, രാജ്യം നശിച്ചോട്ടെ, എനിക്ക് ഭരിക്കാൻ പറ്റില്ലെങ്കിൽ നശിച്ചു പോട്ടെ. ഇപ്പോൾ നമ്മൾ ഇറാൻ പറഞ്ഞ പോലെ, ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ കടലിൽ മുക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങളെ മുക്കിക്കൊല്ലും എന്ന് പറഞ്ഞ പോലത്തെ ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് ഭരിക്കാനായിട്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അങ്ങനെ ഒരു രാജ്യമേ വേണ്ട. ആ തരത്തിലാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ കുടുംബത്തിൻ്റെ മൊത്തമായ രീതിയാണ്. പിന്നെ അതിന് ജയ് വിളിക്കാൻ കുറേ ആൾക്കാർ അവർക്കുണ്ട്, അവർക്ക് ചില ഗുണങ്ങളുണ്ടാവും അതുകൊണ്ട്, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യില്ലല്ലോ. രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാവും, പിന്നെ നമ്മൾ സാമ്പത്തിക നേട്ടം ഉണ്ടാവും, പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ടാവും. കാരണം കോൺഗ്രസ് എന്നും ഒരു പാർട്ടിയാണല്ലോ, അവർക്ക് ഫണ്ടൊക്കെ ഇപ്പോഴും ഉണ്ട്. പണ്ടത്തെ അത്ര ഉണ്ടാവില്ല, ഒരു ഭരണകക്ഷി വരുന്ന കാലത്ത് ഉണ്ടായിരുന്ന അത്ര ഉണ്ടാവില്ല, പക്ഷേ ഫണ്ടുണ്ട്. അപ്പോൾ ആ ഫണ്ടുമൊക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ആൾക്കാരോട് നിൽക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ആശ്രിത വത്സരനായിട്ടുള്ള നേതാക്കന്മാരാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ വഴിക്ക് പോകുന്നുള്ള നിലയ്ക്കാണെങ്കിൽ അവിടെ പറ്റില്ല. കാര്യങ്ങളിലും കൃത്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് ഇങ്ങനത്തെ ആൾക്കാരെ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലത്ത് അവർക്ക് മത്സരിക്കാനുള്ള സീറ്റ് കിട്ടുന്നു. ഇപ്പോൾ മത്സരിക്കാനുള്ള സീറ്റ് കിട്ടുമ്പോൾ ജയിക്കൽ മാത്രമല്ലല്ലോ അതിൻ്റെ പിന്നിലുള്ളത്, അതിനെ പ്രേരിപ്പിക്കുന്ന വികാരം, ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഉണ്ട് അതിന്. ജയിക്കൽ മാത്രമല്ല, ജയിച്ചാൽ നല്ല കാര്യം, പക്ഷേ ജയിച്ചില്ലെങ്കിൽ പോലും കുറേ ഫണ്ട് കയ്യിൽ വരും.
ഇങ്ങനെയൊക്കെയാണ് പലരും മത്സരിക്കാൻ വേണ്ടി ഞാൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നതിൻ്റെ കാര്യം അതാണ്. ചിലർക്ക് തോൽക്കുമെന്ന് അറിയാമെങ്കിലും വരും. അങ്ങനെയാണ്. പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല. ആൾക്കാരെ പറ്റിയ ആൾക്കാർ, ത്യാഗം അനുഭവിച്ചവരും അങ്ങനത്തെ ആൾക്കാരും അതുപോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവുക. പിന്നെ അതിൽ തന്നെ എല്ലാവരും മുന്നോട്ട് വരില്ല. ആരെങ്കിലും ആവുക, ഞാൻ ഒന്ന് സാമൂഹ്യ പാർട്ടി പ്രവർത്തനം ചെയ്യാമെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് അധികം. അങ്ങനെ ധാരാളം നേതാക്കന്മാർ ഈ കേരളത്തിലുണ്ടായിട്ടുണ്ടല്ലോ. കോൺഗ്രസ്സിൽ തന്നെ എത്ര നേതാക്കന്മാർ, അലക്സാണ്ടർ പറമ്പിത്തറയെ പോലുള്ള ആൾക്കാരൊക്കെ, ധാരാളം ആൾക്കാർ. കാരണം ഒന്നും ജീവിതത്തിൽ നേടാത്ത ആൾക്കാർ ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന്. ഇപ്പം ആ കാലഘട്ടമൊക്കെ മാറിയില്ലേ. ഇപ്പം അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവാനുള്ള ആൾക്കാരേ ഉള്ളൂ ഇപ്പോൾ. അപ്പം അതുകൊണ്ട് ഇവരുടെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടാവും എല്ലാ കാലത്തും. അതാണ് സംഭവിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങളിലേക്ക് എത്തേണ്ടത് സബ്സ്ക്രിപ്ഷനായിട്ടാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ തന്നെ ഇന്ത്യ ലൈവിൻ്റെ രണ്ടാമത്തെ ചാനലായിട്ടുള്ള C4N, ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ പിന്തുണ നിങ്ങൾ അറിയിക്കുക. ഈ ചാനലിൽ വരുന്ന വിഷയങ്ങൾ, ഇതിനകത്തെ വാർത്തകൾ, ഇതിനോടെല്ലാം നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോകൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. ദേശീയതയോടൊപ്പം ഉറച്ചു നിൽക്കണം.